പോരടിച്ചും പോർവിളി നടത്തിയും ഇറാനും അമേരിക്കയും വീണ്ടും പശ്ചിമേഷ്യയെ കലുഷിതമാക്കുകയാണ്. സമാധാനം അകലെയാക്കി മേഖല അതീവ സംഘർഷഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതും. ഇറാൻ യുദ്ധം തുടങ്ങിയ നാളു മുതൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ചില നിർണായക പ്രവൃത്തികൾ പലതും ഇപ്പോൾ മറന്നീക്കി പുറത്തു വരുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ പുറത്തുവന്ന അണിയറക്കഥ ഇറാനിലെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജാദിനെ കുറിച്ചായിരുന്നു. ഇസ്രയേൽ US സൈനിക ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകിയ വിവരങ്ങൾ ഉൾക്കൊണ്ട ഒരു റിപ്പോർട്ടായിരുന്നു അത്. ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിച്ച് പുതിയ ഇറാൻ ഭരണാധികാരിയായി അമേരിക്ക കണ്ടുവച്ചത് നജാദിനെയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ ഇത് സംബന്ധിച്ച് ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. ഇറാനിൽ നെജാദിനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ഇസ്രയേൽ രഹസ്യ നീക്കം നടത്തിയതായാണ് വെളിപ്പെടുത്തൽ വരുന്നത്. ആ വിവരം പ്രധാനപ്പെട്ടതാകാനുള്ള കാരണം അതിലെ മൊസാദിന്റെ റോളാണ്. ആരാണ് മഹ്മൂദ് അഹമ്മദി നെജാദ്? ഇസ്രയേൽ ചാര സംഘടന മൊസാദ് ഇറാനിൽ നടപ്പാക്കാൻ തയ്യാറാക്കിയ ആ പദ്ധതി എന്തായിരുന്നു? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. 2005 മുതൽ 2013 വരെ ഇറാൻ പ്രസിഡന്റായിരുന്നു നെജാദ്. ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്ത നേതാവ്, അണുബോംബ് ഉണ്ടാക്കണമെന്ന് ശക്തിയായി വാദിച്ച ഭരണാധികാരി, ഇറാൻ പ്രക്ഷോഭങ്ങളെ തകർത്ത പ്രസിഡന്റ്. നാസികൾ നടത്തിയ ജൂത വംശഹത്യ വെറും നുണയെന്നായിരുന്നു നെജാദിന്റെ പക്ഷം. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് നെജാദ് രണ്ടാം വട്ടവും പ്രസിഡന്റ് ആയതെന്ന് അന്ന് പറഞ്ഞു നടന്നത് അമേരിക്ക തന്നെയായിരുന്നു. പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും നെജാദ് പിന്നീട് ഇറാൻ ഭരണകൂടത്തിന്റെ വിമർശകനായി മാറി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നെജാദിന്റെ ശ്രമം 3 വട്ടമാണ് ആയത്തുള്ള അലി ഖമനേയി വെട്ടിയത്. ഇസ്രയേലുമായി രഹസ്യബന്ധമുണ്ട് നെജാദിനെന്നായിരുന്നു അതിനു പറഞ്ഞ കാരണം. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. ഇസ്രയേലിന്റെ നാശത്തിനായി നിരന്തരം ആഹ്വാനം ചെയ്തിരുന്ന ആളെ തന്നെ വീണ്ടും ഇറാന്റെ ഭരണമേൽപ്പിക്കാൻ ഇസ്രയേൽ തിരഞ്ഞെടുത്തു എന്നത് രാഷ്ട്രീയ ലോകത്തെ തന്നെ അമ്പരപ്പിച്ച ഒന്നാണ്. സ്ഥാനമൊഴിഞ്ഞ ശേഷം തന്റെ നിലപാടുകളിൽ വലിയ മാറ്റം വരുത്തിയ ആളാണ് നെജാദ്. താടി വടിച്ച് പാശ്ചാത്യ ശൈലിയിലുള്ള സൂട്ടുകൾ ധരിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയ അദ്ദേഹം ഇറാന്റെ സുരക്ഷാ സേനയുടെ അടിച്ചമർത്തലുകളെയും ഭരണവർഗത്തിന്റെ അഴിമതിയെയും പരസ്യമായി തന്നെ വിമർശിച്ചു. വിദേശ ശക്തികളുടെ സഹായത്തോടെ വീണ്ടും അധികാരത്തിൽ വരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതായും താൻ അധികാരത്തിൽ വന്നാൽ ഇബ്രാഹിം ഉടമ്പടിയുടെ ഭാഗമായി ഇസ്രയേലിനെ അംഗീകരിക്കുമെന്ന് വരെ അദ്ദേഹം തന്റെ അടുത്ത അനുയായികളോട് പറഞ്ഞിരുന്നതായി ചില സൂചനകളുമുണ്ട്. തങ്ങളുടെ ശത്രുവായിരുന്ന അഹമ്മദി നെജാദിനെ തങ്ങളുടെ രഹസ്യ സഹായിയായി മാറ്റിയെടുക്കാനും ഇറാനിൽ ഭരണമാറ്റം സാധ്യമാക്കാനും ഇസ്രയേൽ വർഷങ്ങളായി ആസൂത്രണം ചെയ്ത അതീവ രഹസ്യ ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. 2024 ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെ ലുഡോവിക യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസാണ് ഈ നീക്കങ്ങൾക്ക് വേദിയായത്. ഹംഗറിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം സർവകലാശാല റെക്ടർ പ്രൊഫസർ അഹമ്മദി നെജാദിനെ ഈ കോൺഫറൻസിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. എന്നാൽ ഈ കോൺഫറൻസ് വെറുമൊരു മറ മാത്രമായിരുന്നു. ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജന്റുമാരുമായി അഹമ്മദി നെജാദിന് രഹസ്യ ചർച്ചകൾ നടത്താനുള്ള വേദി ഒരുക്കുകയായിരുന്നു യഥാർത്ഥ ലക്ഷ്യമെന്ന് പിന്നീട് റെക്ടർ തന്നെ വെളിപ്പെടുത്തി. ഈ ചർച്ചകൾക്കായി അന്നത്തെ മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ നേരിട്ട് ബുഡാപെസ്റ്റിലെത്തി അഹമ്മദി നെജാദുമായി കൂടിക്കാഴ്ച നടത്തി. തൊട്ടു പിന്നാലെ തങ്ങൾ അഹമ്മദി നെജാദുമായി സമ്പർക്കത്തിലാണെന്ന വിവരം മൊസാദ് US ചാര സംഘടനയായ CIA അറിയിക്കുകയായിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ US ഇസ്രയേൽ സഖ്യം ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതോടെ ഈ അട്ടിമറി നീക്കങ്ങൾക്ക് ക്ലൈമാക്സ് ആവുകയായിരുന്നു. ടെഹ്റാനിൽ കടുത്ത നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന അഹമ്മദി നെജാദിനെ അവിടെ നിന്നും മാറ്റാൻ ഇസ്രയേൽ ഒരു സാഹസിക ഓപ്പറേഷൻ നടത്തി. ഫെബ്രുവരി 28-ന് അഹമ്മദി നെജാദിന്റെ വസതിക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുകയും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കെട്ടിടവും കവചിത വാഹനവും തകർക്കുകയും ചെയ്തു. ഈ പുകമറയ്ക്കുള്ളിൽ വെച്ച് മൊസാദ് ഏജന്റുകൾ ഓടിച്ച ഒരു കറുത്ത കാറിൽ അഹമ്മദി നെജാദിനെ അവിടെ നിന്ന് രക്ഷിച്ച് ഇറാന്റെ മറ്റൊരു ഭാഗത്തുള്ള രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ അഹമ്മദി നെജാദ് അസ്വസ്ഥനായി എന്നും അധികാരം തിരിച്ചു പിടിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയിൽ പിന്നീട് അദ്ദേഹത്തിന് തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനുശേഷം അഹമ്മദി നെജാദിനെ കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്രയിൽ അദ്ദേഹം മാസ്ക് ധരിച്ച് അതീവ സുരക്ഷയിൽ പ്രത്യക്ഷപ്പെട്ടു.
നിലവിൽ ഇസ്രയേലുമായുള്ള അഹമ്മദിനെജാദിന്റെ ബന്ധങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് വിഭാഗം അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണെന്ന് മുതിർന്ന ചില ഇറാനിയൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. അഹമ്മദിനെജാദിനെ ഉപയോഗിച്ചുള്ള തന്ത്രം മാത്രമല്ല, പല ഇസ്രയേൽ പദ്ധതികളും ഇറാനിൽ വെളിച്ചം കണ്ടില്ല എന്നതാണ് വാസ്തവം. ഇറാഖ് ആസ്ഥാനമായുള്ള കുർദിഷ് റിബലുകളെ പടിഞ്ഞാറൻ ഇറാൻ വഴി തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് ആയുധങ്ങളുമായി അയക്കാനുള്ള ഇസ്രയേലിന്റെ മറ്റൊരു പദ്ധതിയും ഇതോടൊപ്പം തന്നെ പരാജയപ്പെട്ടിരുന്നു. ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാരശേഷവും ഇറാന്റെ ഭരണ ചുമതലകളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മകനും നിലവിലെ പരമോന്നത നേതാവുമായ മൊജ്തബ ഖമനേയി ഇനിയും പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഈ അവസരത്തിൽ മൊസാദിനെ കൂട്ടുപിടിച്ച ഇസ്രയേൽ ഇനിയും പല കളികളും ഇറാനിൽ നടത്തുമെന്നതിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ അത് എത്രത്തോളം വിജയം നേടുമെന്നത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണിവിടെ.